അടുത്ത 9ാമത്തെ അവതാരം ഒരേ ജന്മത്തിൽ 2 ജീവിതങ്ങൾ നയിക്കുന്ന ഒരു നടനാണ്, ഒരുപക്ഷെ താങ്കളെ പോലെ തന്നെ. ആ കഥാപാത്രത്തിൻ്റെ പേര് കുഞ്ഞുകുട്ടൻ. വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ട സിനിമയാണ്. ഒരു ആക്ടർക്ക് ഏറ്റവും പെർഫോം ചെയ്യാൻ ചലഞ്ചുള്ള ഒരു കഥാപാത്രമായിരുന്നു കുഞ്ഞുകുട്ടൻ. കാര്യം കഥകളി ചെയ്യണം, അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്. അത് ആദ്യത്തെ കോ പ്രൊഡക്ഷനാണ് ഇന്ത്യയിൽ, ഫ്രാൻസുമായിട്ട്, ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ടാണ് ചെയ്തത്. പിന്നെ അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആക്ടർ, ഒരു പെർഫോമറിൻ്റെ ആഗണിയാണത്. അയാളെ എല്ലാവരും ഒരുപാട് പേര് അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും സ്വന്തം വീട്ടുകാർ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് കുഞ്ഞുകുട്ടൻ. ഞാൻ വിശ്വസിക്കുന്ന അവരുടെ അനുഗ്രഹം തന്നെയാണ് എനിക്ക് ആ സിനിമ അഭിനയിക്കാനും. എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയാണ്, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും. അതൊരു കഥകളി നടൻ്റെ വേഷം കിട്ടാൻ ഇപ്പോൾ നെടുമുടി വേണു പല സന്ദർഭങ്ങളിലും പറയുന്നത്, മോഹൻലാലിനോട് എനിക്ക് വല്ലാത്ത അസൂയുള്ളൂ. കാര്യം ആ വാനപ്രസ്ഥം എന്നുള്ള സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഞാനതിൽ ഏറ്റവും സ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട്, കത്തിവേഷം ചെയ്തിട്ടുണ്ട്, പച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വേഷം കെട്ടി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഗുരുത്വമാണ്. ഒരു സ്ത്രീ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൃഷ്ണൻ നായരാണ് കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. അതായത് കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം കഥകളിയിലെ ഏറ്റവും വലിയ ആളാണ്. അവർ അതുമായിട്ട് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ വേഷം കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ കലാമണ്ഡലം അദ്ദേഹത്തിൻ്റെ അന്നത്തെ വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത പലരും മാറിയെന്ന് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. കൃഷ്ണൻ നായരെ പോലിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്.